ഉത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശും ന്യായയും പറഞ്ഞതനുസരിച്ച് മാളവികയാണെങ്കിൽ ജ്വല്ലറിയിലാണെങ്കിൽ പോയി ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മളെ നയനെ വരച്ചു കൊടുത്ത ഡിസൈനൊക്കെ കൊണ്ടാണ് മാളവിക ജ്വല്ലറിയിലൊക്കെ പോയിട്ടുള്ളത്. അപ്പം നയന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ആ ഡിസൈനാണെങ്കിലും ഉറക്കമൊഴിച്ചിരുന്നാണ് ഞാൻ ആ ഡിസൈന് വരച്ചത്. പിന്നെ അതുപോലും ജ്വല്ലറിയിലാണെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസൈനും കാര്യങ്ങളും ഇല്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചതിനൊക്കെ ശേഷമാണ് ഞാൻ അവിടെ ഇല്ലാത്ത ഒരു ഡിസൈൻ ഞാൻ വരച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ അടുത്ത്. കാരണം നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അത് ശരിയാണ്, നീ വരച്ച ഡിസൈനൊക്കെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, എല്ലാവർക്കും ആ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇനി ജ്വല്ലറിക്കാർ അവൾക്ക് കൊടുക്കുന്ന ശമ്പളവും അതൊക്കെ കാണുന്ന സമയത്താണെങ്കിൽ അവൾ നമുക്ക് എതിരെ തിരിയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടും കാര്യങ്ങളും എനിക്കുണ്ട്. കാര്യം വെച്ചാൽ പണം കണ്ടാൽ മറിയാത്ത ആരും ഇല്ലല്ലോ. അപ്പം ഇനി ഇവളും അതുപോലെ ആവുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. നമ്മൾ അന്വേഷിച്ച് നമുക്ക് കിട്ടാനുള്ള രഹസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാതിരിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയും കാര്യങ്ങളും ചെറുതിപ്പം എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ആ കാര്യങ്ങൾ നടക്കുന്നത് വരെ നമ്മൾ ടെൻഷൻ അടിച്ചല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ നയനെ പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചേ പറ്റത്തുള്ളൂ ആദർശേട്ടാ. പിന്നെ നമ്മളെ കൂടെ നന്ദു ഉണ്ടല്ലോ, എന്തെങ്കിലും തല പൊക്കാനെങ്ങാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്ദുവിനെ കൊണ്ട് നമുക്ക് അവളെ കാര്യത്തിലൊരു തീരുമാനമാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നയന പറയുന്നുണ്ട്. എന്തായാലും പിന്നെ അവർ ഓഫർ ചെയ്തതിനേയും കാട്ടി കുറച്ചും കൂടെ പൈസ നമുക്ക് കൂട്ടി കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ആദ്യം തന്നെ കുറച്ച് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരും ആദർശമായിട്ട്, അതെല്ലാം നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ നയന പറയുന്നുണ്ട്. പിന്നെ സമയത്താണെങ്കിൽ നമ്മൾ നയനാണെങ്കിൽ ആദർശാണെങ്കിലും ടെൻഷൻ അടിച്ച രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആ മാളവിക പോകുന്നുണ്ട്. പിന്നെ ആ സമയത്ത് തന്നെ അവർക്ക് ആദ്യം ആ ഡിസൈൻ കാണിച്ചപ്പം ഇഷ്ടപ്പെടാതെയൊക്കെ ഇരുന്നതിന് ശേഷമാണെങ്കിൽ പിന്നെ നമ്മൾ ഡേവിഡ് ആണെങ്കിൽ ആ ഡിസൈൻ ആണെങ്കിൽ നാഗേന്ദ്രനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ അവർക്കാണെങ്കിലും നമ്മൾ അവന്തികയ്ക്കാണെങ്കിലും നാഗേന്ദ്രനാണെങ്കിലും ആ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അവരാണെങ്കിലും നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്, അച്ഛാ പിന്നെ നമ്മൾ ഇത് കണക്കൊരു ഡിസൈൻ വരച്ച ഒരാൾ നമ്മളെ കമ്പനിയിലുണ്ടെങ്കിൽ നമ്മൾ ജ്വല്ലറിലാണെങ്കിൽ ആൾക്കാർ തള്ളി കയറുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാളവികയാണെങ്കിൽ അവരവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പിന്നെ ഡിസൈനറായിട്ടാണെങ്കിലും മാളവികയെ അവർ അപ്പോയിൻമെൻറ്റൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പ്രതീക്ഷ ആ കാര്യങ്ങൾ തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ മാളവികയ്ക്കാണെങ്കിൽ പിന്നെ നയനെ വരച്ചു കൊടുത്ത ഡിസൈനൊക്കെ തന്നെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ മാളവിക ചിന്തിക്കുന്നില്ല നയന വരച്ചാലേ ആ ഡിസൈൻ ശരിയാവും എന്നൊക്കെയുള്ള കാര്യമൊന്നും മാളവിക ചിന്തിക്കുകയൊന്നും ചെയ്യാതെ അവരെ ചതിക്കാൻ വേണ്ടി തന്നെയാണ് മാളവിക തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ മാളവിക ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, എന്തായാലും ഞാനാണെങ്കിൽ ഇത് അവർ ചതിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ നയനയാണെങ്കിൽ ഡിസൈനുകൾ വരച്ച് തരത്തതും ഇല്ലല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മാളവിക ചിന്തിക്കുന്നുണ്ടെങ്കിലും, പക്ഷേ പൈസയൊക്കെ കിട്ടി തുടങ്ങിയതിന് ശേഷമാണെങ്കിലും നമ്മൾ മാളവികയുടെ കണ്ണൊക്കെ മഞ്ഞളിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ആദർശം നയനയാണെങ്കിലും മാളവികയെ വിളിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്താണെങ്കിലും മാളവികയാണെങ്കിലും അവിടുത്തെ തെറ്റായ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അവിടുത്തെ കറക്റ്റായ കാര്യങ്ങളൊന്നും മാളവിക കൊടുക്കുകയും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും മാളവിക ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഞാനിപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഉടനെ ഇവിടെ നിന്ന് പോവേണ്ടി വരും. അപ്പം അതെനിക്കിപ്പോൾ എന്തായാലും തൽക്കാലം സാധിക്കത്തില്ല. ഇവിടെ നിന്ന് തന്നെ എനിക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എനിക്ക് സമ്പാദിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോഴേ അവർക്കാണെങ്കിൽ ഇവിടുത്തെ കറക്റ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മാളവിക ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ആദർശം വിളിച്ച് ചോദിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവിടുത്തെ ഓഫീസിലെയൊക്കെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറയാതെ എല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ആദർശം നയനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും മാളവിക പോയിട്ട് ഇത്ര കുറച്ച് ദിവസം ആയല്ലോ, ഇതുവരെയ്ക്കും മാളവിക ആണെങ്കിൽ അവിടുത്തെ ഒരു കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡൗട്ടും കാര്യങ്ങളും നമ്മൾ ആദർശിൻ്റെ നയനയുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം ആദർശ് ഇങ്ങനെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും അവിടുത്തെയൊക്കെ പൈസയൊക്കെ കണ്ടിട്ടാണെങ്കിൽ അവളാണെങ്കിൽ ഇനി അവളെ പിന്നെ സ്വഭാവമൊക്കെ തിരിഞ്ഞോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആദർശിൻ്റെയും നയനയുടെയും മനസ്സിലൊക്കെ ആയിട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അതൊക്കെ തന്നെ ആയിരിക്കും ആദർശമായിട്ട് കാര്യം. വെച്ചാൽ ഇപ്പോൾ പൈസ കണ്ട് മയങ്ങാത്ത ആരും ഇല്ലല്ലോ, അപ്പോൾ അതൊക്കെ ആയിരിക്കും അവളെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പിന്നെ അതുമല്ല, ഇപ്പോൾ അവരെ കൂടെ തന്നെ കുറച്ച് നാൾ നിൽക്കുകയാണെങ്കിൽ അവൾക്കാണെങ്കിൽ അവൾക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളും അവൾക്ക് നേടിയെടുക്കാമല്ലോ എന്നൊക്കെ നമ്മൾ നയനയാണെങ്കിലും പറയുന്നത്. നമ്മൾ ആദർശമാണെങ്കിലും നയനടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീയൊന്നും അവളെ പോയി കാണില്ല, അത് ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് ഞാൻ സംസാരിച്ച് പോകും, പിന്നെ അത് പിന്നെ വേറെ പ്രശ്നങ്ങളാവും, അവൾ പിന്നെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അകത്താവുകയും ചെയ്യും. അതെന്തായാലും ഇപ്പം നമുക്ക് അതിനുള്ള സമയവും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ജ്വല്ലറിയിൽ നിന്ന് നമുക്ക് ആരാ ശത്രു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് മുത്തശ്ശൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കണം. അപ്പം ആ ടൈമിലൊന്നും ഇങ്ങനെ ഇവളെ പിറകെ പോയിട്ടാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് നമുക്ക് ജയിലിലോ കാര്യങ്ങളോ പോകാനുള്ള ഒട്ടും നമുക്ക് സമയവും കാര്യങ്ങളും ഒക്കെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒട്ടും ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നയനെ പറയുന്നുണ്ട്, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കല്യാണിയും പിന്നെ കിരണാണെങ്കിലും ഇപ്പോൾ അവിടെ എന്തായാലും ഉണ്ടല്ലോ, അപ്പം അവരെ കൊണ്ട് നമുക്ക് ഇവൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അവരെ കൊണ്ട്
അന്വേഷിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ നയനയാണെങ്കിൽ കല്യാണിയെ വിളിച്ചിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കല്യാണിയും കിരണും ആണെങ്കിൽ അവിടെ പോയാണെങ്കിൽ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. മാളവിക എന്താ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്താണെങ്കിൽ മാളവിക ആദർശിന് വേണ്ടി ഒരു കാര്യങ്ങളും അവിടെ ചെയ്യുന്നില്ല. അവിടെ ആണെങ്കിൽ ഈ ഡിസൈനിങ് കാണിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചും കൂടെയൊക്കെ പണമൊക്കെ തട്ടിയെടുത്തതിന് ശേഷമാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ മുങ്ങാന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മാളവികയുടെ മനസ്സിലുള്ളതെന്നൊക്കെ നമ്മൾ കിരണും കല്യാണിയൊക്കെ മനസ്സിലാക്കിയിട്ട് ആദർശിൻ്റെ അടുത്തൊക്കെ അവർ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ നയനയാണെങ്കിലും മാളവികയെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ. വന്നതിന് ശേഷമാണെങ്കിലും മാളവിക അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നീ ആണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നീ ഇത്രയും പോയിട്ട് ഇത്രയും ദിവസങ്ങളായല്ലോ, നീ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നീ അവിടെ പിന്നെ പൈസയൊക്കെ അവരൊക്കെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ട് നീ അവിടെ അങ്ങ് സുഖിച്ച് ജീവിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അതിനെ പറയുന്നുണ്ട്, ഇനി മേലെ നിനക്ക് ഞാനൊരു ഡിസൈനോ കാര്യങ്ങളോ ഞാൻ വരച്ച് തരത്തതുമില്ല. പിന്നെ ഞങ്ങളാണെങ്കിൽ ജ്വല്ലറിയിലാണെങ്കിൽ ഞങ്ങൾക്ക് നീ ആണെങ്കിൽ അവിടെ കള്ളത്തരം പറഞ്ഞാണ് നീ അവിടെ കയറിയെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള എല്ലാ ഇതുകളും ഞങ്ങളെ കയ്യിൽ തെളിവുകളും ഞങ്ങളെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനാണെങ്കിൽ കുറച്ച് ഭീഷണിയുടെ സ്വരത്തിലൊക്കെയാണ് മാളവിക അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നയനയുടെ ഭീഷണിയിലാണെങ്കിൽ കുറച്ച് പേടിക്കുകയൊക്കെ ചെയ്തിട്ടാണെങ്കിലും മാളവികയാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയന പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ പെട്ടെന്നാണെങ്കിൽ തന്നെ പിന്നെ ജ്വല്ലറിയുടെ പടി ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാളവികയാണെങ്കിലും കുറച്ച് പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, നയന ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തതുകൊണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.